ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കണ്ട. മീരയുടെ മണ്ടൻ ചോദ്യത്തിന് മോഹൻലാലിന്റെ മാസ് മറുപടി. സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ആടുജീവിതം. ബെന്യാമിൻ എഴുതിയ എക്കാലത്തെയും ജനപ്രിയ നോവലുകളിലൊന്നിന്റെ സിനിമാവിഷ്കാരമാണ് ബ്ലസ്സി ഒരുക്കുന്ന ആടുജീവിതം. പൃഥ്വിരാജാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. ചിത്രത്തിനായി 10 വർഷക്കാലമായി ബ്ലസ്സി തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. നജീബായി മാറാൻ ജീവൻ പോലും പണയം വെച്ചാണ് പൃഥ്വിരാജ് ഒരുങ്ങിയത്. ആടുജീവിതത്തിന്റെ ചിത്രീകരണത്തിനായി താരങ്ങളും ക്രൂവുമെല്ലാം അനുഭവിക്കേണ്ടി വന്ന യാതനകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ട്രെയിലർ ആ കഷ്ടപ്പാടുകളൊന്നും വെറുതെ ആയില്ല എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നത്. ആടുജീവിതത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കാൻ മോഹൻലാൽ അടക്കമുള്ള വലിയ താരനിര തന്നെ എത്തിയിരുന്നു. ഇതിനിടെ ഇപ്പോഴിതാ ഓഡിയോ ലോഞ്ചിൽ മോഹൻലാലിനോടുള്ള അവതാരക മീരയുടെ ചോദ്യവും അതിന് മോഹൻലാൽ നൽകിയ മറുപടിയും വൈറലായി മാറുകയാണ്. പേഴ്സണലായിട്ട് ചോദിക്കുകയാണ്. തന്മാത്രയിൽ നഗ്നനാക്കി നിർത്തി, ഭ്രമരത്തിൽ തലകുത്തി നിർത്തി, അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ലാലേട്ടനെ കടത്തിവിട്ട സംവിധായകനാണ് ബ്ലസ്സി എന്ന് മീര പറയുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടും കഷ്ടപ്പാടല്ല. ഇവർ അനുഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ നഗ്നമായി അഭിനയിക്കുന്നത് കഷ്ടപ്പാടല്ല. തലകുത്തി നിൽക്കാനും എനിക്ക് പറ്റും എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി. പിന്നാലെ മീര ചോദ്യത്തിലേക്ക് കടക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ലാലേട്ടനെ നജീബായി പരിഗണിക്കാതിരുന്നത് എന്നായിരുന്നു മീര സംവിധായകനോടായി ചോദിച്ചത്. വലിയ കാര്യം, ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കേണ്ട. ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചു പോയിക്കോട്ടെ. ഏറ്റവും നല്ല ആളെ തന്നെയാണ് തെരഞ്ഞെടുത്തത്. വളരെ നന്നായിട്ട് ചെയ്തതല്ലേ. ഇനി നമുക്കിട്ട് എന്തെങ്കിലും ഒരു പണി തരും ബ്ലസ്സി എന്നായിരുന്നു മോഹൻലാൽ നൽകിയ മറുപടി. ഇതിന് സദസ്സ് കൈയടിക്കുകയായിരുന്നു. ഏത് മൊമെന്റിലാണ് പൃഥ്വിയുടെ മുഖം തെളിഞ്ഞു വരുന്നത് എന്ന് മീര ബ്ലസ്സിയോടായി ചോദിക്കുന്നുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുമാർക്ക് ചെയ്യാമായിരിക്കാം, അല്ലെങ്കിൽ ആ മുഖത്തിലേക്ക് എത്താമായിരിക്കാം. പക്ഷേ ഇതിന്റെ ആദ്യ ദിവസം മുതൽ എൻ്റെ മനസ്സിൽ രാജുവിന്റെ പേരായിരുന്നു. ഈ യാത്രയ്ക്ക് വലിയൊരു സമർപ്പണം ആവശ്യമായിരുന്നു. അത് രാജുവിൽ കണ്ടതിനാലായിരുന്നു ഞാൻ രാജുവിലേക്ക് എത്തിയത്. അത് അനുഭവിച്ചറിയുകയും ചെയ്തു എന്നാണ് ബ്ലസ്സി പറഞ്ഞത്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എൻ്റെ അമ്മ ബ്ലസ്സി ചേട്ടനെ തട്ടിക്കളയാൻ വരെ ഒരുങ്ങിയെന്ന് പൃഥ്വിരാജും പറയുന്നുണ്ട്. വീഡിയോ വൈറലായി മാറിയതോടെ നിരവധി പേരാണ് മീരയുടെ ചോദ്യത്തെ വിമർശിച്ചെത്തിയിരിക്കുന്നത്. ഇത്രയും വലിയ ഈ ഓഡിയോ ലോഞ്ചിന്റെ ഒരു വലിയ പരാജയം ആ അവതാരകയാണ്. ഈ പുള്ളിക്കാരി ഒരു ആവശ്യമില്ലാത്ത കാര്യമേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് അല്ലാതെ വേറൊരു ചാനലും അടുപ്പിക്കില്ല. ഒരാൾ കഷ്ടപ്പെട്ട് ചെയ്ത് മറ്റൊരാളെ വെച്ച് താരതമ്യം ചെയ്തത് തന്നെ തെറ്റ്. അതും അയാളുടെ മുന്നിൽ വെച്ച്. ഇവരെ അവതാരക ആക്കുന്നത് എന്തിനാണ്? കേൾക്കുന്നവർക്ക് തന്നെ മൂട് കളയുന്ന യുക്തിയില്ലാത്ത ചോദ്യങ്ങൾ. ഇറിറ്റേറ്റിംഗ് രീതിയിൽ അലറി വിളിച്ച് സംസാരിക്കുന്നു. ഇവരെ കാണുമ്പോഴേ TV മ്യൂട്ട് ചെയ്തു വെക്കേണ്ടി വന്നു എന്നാണ് കമന്റുകൾ പറയുന്നത്. അവതാരകരായി വേറെ ആരെയും സെലക്ട് ചെയ്യാത്തത് എന്താണ് എന്ന് തിരിച്ചു ചോദിച്ചാൽ മതിയായിരുന്നു. സത്യം പറയാലോ, അവതാരക ഭയങ്കര വെറുപ്പിക്കലാണ്. ചോദ്യങ്ങളിൽ കുറച്ചുകൂടെ നിലവാരമാവാമായിരുന്നു മീരയ്ക്ക്. അയ്യേ കഷ്ടം. മീരയുടെ അടുത്ത ചോദ്യം: ബ്ലസ്സി സാർ, ആടുജീവിതം എന്ന സിനിമയിൽ ഒരാടിനെ കാസ്റ്റ് ചെയ്യാമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് പൃഥ്വിരാജിനെ കാസ്റ്റ് ചെയ്തു എന്നും കമന്റുകളുണ്ട്.